ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം ബാബു. മേക്ക് എ സീൻ. മേക്ക് എ സീൻ. എലിയും കൺമണി ഇനി ഒരിക്കലും നേരിട്ട് കാണാൻ പാടില്ല. കൺമണിയാടെ എലിയും കൺമണി ഇനി നേരിട്ട് കാണാൻ പാടില്ല. അതിലിങ്ങനെ പറയണ വാന്നെ മേക്ക് എ സീനില്. നോക്കണം. ഹലോ എലി, കൺമണി വന്നില്ലേ? കൺമണിക്ക് വന്ന വഴിക്ക് എന്തോ പ്രശ്നം പറ്റി. നന്നായി. ഇന്നലെ വന്ന വഴിക്ക് വന്ന് പറഞ്ഞൊക്കെ കേക്കണായിരുന്നേ. എലി എന്നോട് കാര്യം ചോദിക്കട്ടെ, എലിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഈ വീട് ഫാമിലി അടിച്ചു പോയി അച്ഛൻ ഇങ്ങനെ അവള് കുഴപ്പമില്ല ഉണ്ടാ? ഞാന് പറഞ്ഞിട്ട് കൺമണി സമ്മതിക്കണ്ടേ? ഞാൻ ഇപ്പൊ കൺമണി പറയുന്ന എലിക്ക് രണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നേ. ഇത്രയും മോശപ്പെട്ട ഒരു കുടുംബം ഈ സിറ്റിയിലേ ഇല്ല. ഇങ്ങനത്തെ ഒരു ഇതിനുള്ള ഒരു കൊച്ചൊക്കെ വാസവണ്ണന്റെ കൂടെ കിടക്കണ എലിക്ക് കൺമണിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞേ. ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പൊ മുരളിയുടെ ഇങ്ങനെ പറയാം. മുരളി പറഞ്ഞ ഇല്ല, നീ ഇങ്ങനെ എന്തെങ്കിലും ഇല്ല. എലി അടക്കപ്പൊടി ഈ വേറെ ആണുങ്ങളെ വെച്ച് എലിയെ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. കൺമണി പറഞ്ഞ മനസ്സിലാക്കണം. ഭയങ്കര മോശമല്ലേ ഇങ്ങനെ കൺവെന്റ് പറഞ്ഞ് മനസ്സിലാവും. ഇനി വേണ്ടെന്ന് പറയണേ. കാര്യമായി ഇന്നത്തോടെ അവള് തീർന്നു. അവള് വരട്ടെ, അവളുടെ പ്രശ്നം ഇങ്ങനത്തെ ആൾക്കാരുടെ എങ്ങനെ ബിസിനസ് ചെയ്യുമല്ലേ? ഡാൻസ് സ്കൂളിന്റെ കേസ് എന്തിലെ പറഞ്ഞ എങ്ങനെയാണെന്ന് അറിയാമോ? 4 പയ്യന്മാരെ ഫ്രണ്ടിൽ തുള്ളാൻ വേണ്ടിയാണ് അവളെ ഡാൻസ് സ്കൂൾ തുടങ്ങാൻ ഐഡിയ കൊണ്ട് വന്നിരിക്കുന്നതാണ് എലി. എനിക്ക് പൊളിഞ്ഞ് ഇത് കേട്ടോണ്ടിരിക്കുന്ന ആർക്കാ പൊളിയാത്തല്ലേ? ഇത് കേട്ടിട്ട് എനിക്ക് തന്നെ പിന്നെ എന്തോ പോലെ. അയ്യോ മറ്റേകൂടെ കേട്ടപ്പോ എലി എന്തോ പറയാ ബാബു? അത് പറയരുത്. അയ്യോ പറഞ്ഞ വിഷയം എലിക്ക് ഒരു എല്ലാ പെൺകുട്ടികൾക്ക് സഹിക്കാൻ പറ്റില്ല ബാബു. അനാഥാലി ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഓരോ കൂടെ മുരളിയെ പറയാൻ വേണ്ടിട്ട് എന്റെ പറഞ്ഞേ. ഞാൻ പറയൂലെന്ന് പറഞ്ഞു. പക്ഷെ അറിയാതെ ഞാൻ പറഞ്ഞു പോയി. തമാശക്ക് ഡിവോഴ്സ്ഡ് ആണല്ലോ, ഇല്ലാത്ത ഡിവോഴ്സ്ഡ് ആണെന്നൊക്കെ പറയണത് ആർക്കാ സഹിക്കണേ? സോറി മതി, എനിക്ക് അറിയില്ല. ഇമോഷണലി ഞാൻ എനിക്ക് അങ്ങനെ പെട്ടെന്ന് എലിയുടെ കാര്യമൊക്കെ അതെനിക്ക് കൊണ്ടുപോകും. മുരളി അത് ചുമ്മാ പറഞ്ഞല്ലേ പറയാ, നമുക്കല്ലേ അറിയൂ. ഇതാണ് മുരളി മേജർ പോയിന്റ്. ഇതിൽ വീണ് ഉറപ്പാണാ മുരളി പറഞ്ഞിട്ടില്ലേ? അവള് വരട്ട് കാണിച്ചു കൊടുക്കാണ്. പക്ഷെ ഇനി ഒരു കാര്യം, ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ സെക്യൂർ ആക്കണം. ഇതൊരിക്കലും കൺമണിയുടെ അടുത്ത് ചോദിക്കാനുള്ള ഇടവരുത്തരുത്. മറ്റേ മുരളിയോടൊക്കെ വിശ്വസിച്ച് പറഞ്ഞ കാര്യം വെളിയിൽ പറഞ്ഞ പിന്നെ മുരളിക്ക് വാക്കിനെന്ത് വിലയെന്ന് ചോദിക്കും. അതിനെന്റെ ഒരു ഐക്യമുണ്ട്. വിളിച്ചോണ്ട് ഞാൻ കടൽ തീർത്തേക്കാം. വാ നാളത്തേക്കുള്ള എല്ലാ ത്രെട്ട് കെട്ടി ഇവിടെ വെച്ചിരിക്കണം. സത്യല്ലേ? അടിയാണ്. ഹലോ, എനിക്ക് മനസ്സിലാവും. എനിക്ക് എലിയുടെ കാര്യം ഇതിപ്പോ എന്നെ പറ്റിയാണെങ്കിൽ തന്നെ ഇപ്പൊ ഇല്ലാത്തത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്റെ ശബ്ദത്തിൽ തന്നെ ഒരു മാറ്റം ബാബുവിന് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ നമ്മളെ പറ്റി ആരെങ്കിലും മോശമായിട്ട് പറയുമ്പോ ഉണ്ടല്ലോ, നമ്മളത് അവരോട് പോയി ചോദിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. ലൂസിംഗ് സെൽഫ് റെസ്പെക്ട് അല്ലേ ബാബു? ലൂസിംഗ് സെൽഫ് റെസ്പെക്ട് ഇല്ല. ഇത് ചോദിച്ച എനിക്ക് ഇതിനകത്തൊരു മറുപടി കിട്ടാതെ അവളെ ഞാൻ നീ സിറ്റിയിലേക്ക് എന്റെ വില പോയ ആർക്കെന്താ ബാബു? കുഴപ്പമില്ല. മുരളിയുടെ വില നോക്കിട്ടാണോ അറിയാനാണ് വണ്ടിയിൽ ഇരുന്നപ്പോഴാണ് പറയണേ. ചന്ദ്രന് വേണ്ടി കളിച്ചില്ല. എനിക്ക് ഇതാണോ പ്രശ്നം? ഞാൻ ചോദിക്കുന്നില്ല എലി, അതല്ല ഞാൻ പറഞ്ഞു വരുന്നതിലൊരു കാര്യമുണ്ട്.
പെർമനന്റ് വേണ്ടി കല്യാണം കഴിക്കുന്നത് അവര് സമ്മതമായിട്ട് കളിക്കുന്നത്. വലിയ ഒരുപാട് വിഷമാവരുത് കേട്ടാ. ഞാനല്ലേ ആലോചിക്കണം, ഞാൻ ഇല്ലാത്ത സമയത്ത് ബാബു മാറില്ല. ഞങ്ങളുടെ കാര്യം ഫുട്ബോൾ അല്ല എലി, എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാ, നമ്മൾ ഇങ്ങനത്തെ നമ്മളെ പറ്റി മോശം പറയണ ഒരാളുടെ അടുത്ത് തിരിച്ചു പോയി ചോദിക്കുമ്പം പിന്നീട് അവർക്കറിയാം ഇനി നിന്നെ പറ്റി മോശമായിട്ട് ഒരാളുടെ അടുത്ത് അവര് പറയാൻ പേടി വരും കേട്ടോ. അതായത് പിന്നെ നിനക്കറിയാത്ത ആൾക്കാരോടായിരിക്കും പറഞ്ഞു നടക്കുന്നത് ഇല്ലാത്തത്. ഇതെന്ന് വെച്ചാൽ നീ ഒന്നും അറിയാത്തത് പോലെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും നിന്നെ പറ്റി പറയണത് നിനക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇനി ഞാൻ അവളായിട്ട് ഒരു ബന്ധമില്ല. അവളെ കണ്ടിട്ട് രക്തം തിളക്കും. പക്ഷെ ഞാൻ തിളപ്പ് ഞാൻ ആ തിളപ്പ് കാണിക്കരുത്. ഇല്ല, അതായത് തിളപ്പ് കാണിക്കരുത്. ചിരിച്ചുകൊണ്ട് നിൽക്കണം, ചിരിച്ചുകൊണ്ട്. കിൽ വിത്ത് യുവർ സ്മൈൽ അല്ലേ? കറക്റ്റ് അല്ലേ? ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതെ ഞാനും അതാണ് അതിന്റെ കാര്യം അല്ലേ? ബാബു പറഞ്ഞത് കറക്റ്റാ. കിൽ വിത്ത് യുവർ സ്മൈൽ. അതെ. പക്ഷെ ഞാൻ സ്കൂളിൽ ഞാനിനി മുന്നോട്ട് കൊണ്ടുപോകത്തില്ല, അതെനിക്ക് പറ്റത്തില്ല. ആ സ്കൂളിൽ നിന്ന് അർത്ഥം പറയുന്നുണ്ടെന്നറിയാമോ? കൺമണി പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? 4 പയ്യന്മാരെ ഫ്രണ്ടിൽ തുള്ളാൻ വേണ്ടിട്ട് ഡാൻസ് സ്കൂൾ തുടങ്ങാൻ നിൽക്കുന്നേ. അതെ. അതിലൊരു ഇങ്ങനത്തെ ആൾക്കാരോട് എങ്ങനെ ബിസിനസ് ചെയ്യും? എനിക്ക് പോയിട്ട് ഇങ്ങനത്തെ ആളുകളുടെ കൂടെ ഒരു കപ്പ് ചായ കുടിക്കാൻ കൊള്ളാവണ്ണ. നമ്മള് പറയുമായിരുന്നു. അതെ ഞങ്ങളെ ചായയുടെ കേസായിരുന്നു ഞങ്ങളിത് പറഞ്ഞോണ്ടിരുന്നത്. 6 ചായയൊക്കെ ഭയങ്കര സീനാ. എനിക്ക് ചൂട് ചായയല്ലേ പറ്റുന്നല്ലേ. ഇത്രയും നാളായിട്ട് ബാബു എന്നോട് പറഞ്ഞില്ലല്ലോ. ബാബു എന്നാലും മെന്നി ഭയങ്കര മോശമായി അല്ലേ? ഇന്ന് ഞാൻ പറയില്ലായിരുന്നു. പിന്നെ എന്തോ ലൈക്ക് ഇങ്ങനെ ഇത്രയും എലി കൺമണി ഇത്രയും വിശ്വസിക്കുന്ന മുതൽ എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് കൊണ്ട് പൊളിഞ്ഞത്. ഇല്ലേ ഞാൻ പറയില്ലായിരുന്നു അങ്ങനെ ഇത്രയും. എലിയുടെ ഫ്രണ്ടാണ്. ഞാനും എത്രയും കൺമണി ഒരു ബിസിനസ് തുടങ്ങണോ എത്രത്തോളം വിശ്വസിച്ചിട്ടാ ബാബു. അതില് പൂജ ചെയ്യാൻ എന്നല്ലേ വിളിച്ചിട്ട്. എനിക്കറിയില്ല നിങ്ങളെ ബന്ധം. എന്നാലും എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങളെ ബിസിനസ് തുടങ്ങണം. അല്ലെ അതല്ല അതിന്റെ ന്യായം അതാണ്. ആ ബിസിനസ്സിൽ കൂടെ ഒരാളെ എങ്ങനെയെങ്കിലും തകർക്കാൻ സർവൈവ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടും എലി. അങ്ങനെ ചെയ്യാവും. അറിഞ്ഞുകൊണ്ട് ഒരാളെ ചടിക്കുന്ന കൂടെ നിൽക്കുമെന്ന് അറിഞ്ഞിട്ട് വീണ്ടും കൂടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ വിജയിക്കുന്നതാണ് വിജയി. മനസ്സിലായോ? സത്യം നീ പണ്ട് MLM ഉണ്ടായിരുന്നല്ലേ? അന്ന് 3 ട്രിപ്പ് പോയി ഞാനും ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി നിന്റെ ഈ മോട്ടിവേഷൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. എവിടുന്ന് എറിയണ്? ഇതെല്ലാം എനിക്ക് വേണ്ടിട്ട് മുതലേക്ക് വേണ്ടിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബിസിനസ് ഉടനെ തന്നെ തുടങ്ങും. എനിക്ക് വാശിയാ ബാബു. അത്രേ ഉള്ളൂ. ചിരിച്ചോണ്ട് അങ്ങനെ എന്ത് കണ്ടാലും എത്ര വൃത്തികെട്ടവനെ കണ്ടാലും ചിരിച്ചോണ്ട് നിൽക്കണം. അതെ ഇപ്പൊ പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്നോട് പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ. നമുക്ക് കൺസേൺ ഉള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കത്തില്ല. കണ്ണിലെ ചോരയുടെ വില ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അതെ ഇവനെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമല്ലോ ഉണ്ടായല്ല. ഞാൻ ആ എസ്തറിന്റെ അടുത്ത് പോയി പറയട്ടെ. എല്ലാരോടും എസ്തറിനോട് സംസാരിക്കണ്ട. എസ്തറിനോട് ഈ എസ്തറും ഈ കൺമണിയും ഭയങ്കര ബന്ധമുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ ഒന്നും അല്ല ശരിക്കും പറഞ്ഞ. അതെ സത്യം പറഞ്ഞ ആ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത് എലിയാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ രണ്ടുപേരും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറയാൻ പറഞ്ഞത്. ഞാനില്ലാത്തപ്പോ ഈയിടയ്ക്ക് എസ്തറിന്റെ ശബ്ദം മെച്ചപ്പെട്ടത് കണ്ടാ? എന്താ കാര്യം അല്ലല്ല കൺമണി പരിദൂഷണം കറക്റ്റായിട്ട് കേൾക്കാൻ വേണ്ടി പുതിയ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. ഇതൊക്കെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ തന്നെ എലി ഏതാ ഇപ്പൊ കേറി വന്നൊരു പെണ്ണ്. അവരങ്ങനെയല്ല. ആരും പെണ്ണിനെ പോലും തികച്ച് പറയുന്നില്ല എന്നോട് പറയുമ്പോ. മിനി അത്രയ്ക്ക് ഒരാളെ ഇങ്ങനെ ഹേർട്ട് ചെയ്യില്ല മിനി. ഓൾറെഡി
ഞാൻ ഇവിടെ വെച്ച് കരഞ്ഞു തീർത്തിട്ട് അയ്യോ, പോട്ടെ, ഇല്ലെങ്കിൽ കുഞ്ഞ് ഞാൻ ഇല്ല കൺമണി കരയില്ല കരയില്ല എലി 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 കുഴപ്പമില്ല, എനിക്ക് ആ അയ്യോ ദൂരെ നോക്കാൻ ആൾക്കാര് വിഷമമൊന്നുമില്ല കേട്ടോ. എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ ഇവളുമാര് രണ്ടുപേരെ ഞാൻ എന്റെ സഹോദരങ്ങളെ പോലെ വിശ്വസിച്ചു. എന്തായാലും ഇനി അധികം സംസാരിക്കാൻ പോകണ്ട കേട്ടോ, സംസാരിക്കാൻ പോകണ്ട. നമ്മളൊക്കെ ഇല്ലേ എലി എന്തിനാ കരയുന്നേ? നമ്മളൊക്കെ ഇല്ലേ? ശരി ബാബു. ഇതാര് തന്നെ ആശ്വാസം. വള്ളി അതെ ഫാൻ ഒരുപാട് ഇറങ്ങി കറങ്ങിയാലേ ചിലപ്പോ ചായ പെട്ടെന്ന് ആറും. വിഷമിക്കണ്ട. പാലാ ക്യൂ വലിക്ക്. ഹഗ് കൊടുക്കില്ല. ദേ, അയ്യോ ആ നിങ്ങളെ പറ്റിയുള്ള കഥകളൊക്കെ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോത്തിനാന്ന് മിന്നണം കൊടുത്ത റിക്വസ്റ്റ് മാറി വന്നേനെ. സത്യങ്ങളൊക്കെ ഞാൻ സത്യൊരു മിന്നണം കൊടുത്ത് എനിക്ക് മാറി വന്നേനെ. ഞാൻ പിന്നെ വാങ്ങിച്ചതന്നെ ഉള്ളൂ, ക്യാൻസൽ ചെയ്യാറിനൂടെ സത്യൊരു മള്ളി എനിക്ക് അപ്പൊ എങ്ങനെ ക്യാൻസൽ ചെയ്യണം അറിഞ്ഞൂടെ. മിന്നണ്ണ ആരോ കൊടുത്ത് എനിക്ക് വന്നേനെ. നിനക്ക് ചൂട് ചായ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഇല്ല നമ്മളൊരു പടം മാത്രമേ കുടിക്കുള്ളൂ സത്യമായിട്ട്. അയ്യോ, മേലത്തെ പടം മാത്രം ചായ ഞാൻ കുടിക്കില്ല. നിർത്തും മല്ലേ കഥകൾ പറഞ്ഞല്ലേ നിങ്ങള്? അല്ലല്ലല്ലല്ല, പതയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ അജ്മൽ പോപ്സ്, അയ്യോ സോറി. നിന്റെ മോട്ടിവേഷനൊക്കെ അവിടെ മനസ്സിലായ ഓക്കെ പറഞ്ഞേക്ക. എന്ത് എലി എന്ത് എലി? അശ്ശീ, ഇതേതോ ചുണ്ടലിയാണോ? ഇത് എലിയൊന്നും അല്ല. അയ്യോ വെള്ളം മേളത്തെ പത മാത്രമേ കുടിക്കുള്ളൂ. ഇജാതി പട്ടിയൊക്കെ അടുത്ത പാട്ട് കേൾക്കണം. എലി ഒന്ന് വന്ന്, എലി ഒന്ന് വന്ന്. കരയില്ല മലയാളി. എന്താണ്ടാ ആ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമുക്കിത് ഓർമ്മയുണ്ട്. ഇനി ഉറക്കത്തിൽ വരെ ഞാനിത് ഓർത്ത് വെക്കണം. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായി പോയി. അത്ര ഉള്ളു എലി, അത്ര ഉള്ളു. ചതി എനിക്ക് വെച്ച് പൊറപ്പിക്കും. അതെ അതെ അതെ. നമുക്ക് ബാക്കിയാകുമ്പോ പിന്നെ സംസാരിക്കാം. ശരിയാണ്. പക്ഷെ ഇത് പറഞ്ഞു നിങ്ങൾ മൂന്നുപേരുണ്ടല്ലോ, ആ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അത്ര ഉള്ളു, ഇത്രേ ഉള്ളു, ഇത്രേ ഉള്ളു. അല്ല മെയിനായിട്ട് മലയാളിയാണ്. മലയാളിയെ അല്ല ബാബുവിന് പറഞ്ഞത്, ബാബുവിനാണ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ. ബാബുവിനെ മറക്കായിരുന്നു മതി ചേട്ടാ. ബാബുവിനെ മറക്കരുത്. നാളെ പൊക്കിയാ അവന്റെ തലേ വരണം. ബാബുവിനെ മറക്കായിരുന്നു മതി, ബാബുവിനെ മറക്കായിരുന്നു. അപ്പൊ പോയിട്ട് വരാം അല്ലേ? ഓക്കെ വാസു. ഒരു മിനിറ്റ്. നിങ്ങള് ബാബുവും ബാലനും മെനിയൊന്ന് മുതുകാറോട്ട് പോകെ. ബാബു പോണം. ഓക്കെ ഓക്കെ മള്ളി ഓക്കെ വാസു. പോയിട്ട് വരാം അല്ലേ? ശരി ശരി. ഓ ടാറ്റാ.